ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും വേറിട്ട് ഗ്രാമാന്തരീക്ഷത്തിലൂടെ ഒരു യാത്ര ഞങ്ങൾ രാത്രിയിൽ തുടരുകയാണ്. ഇത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. ഗ്രാമത്തിലെ കാഴ്ചകൾ ഇങ്ങനെയാണെങ്കിൽ പട്ടണത്തിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങ് ദൂരെ എവിടെയോ ചെണ്ടകൾ കൂട്ടുന്ന അതിമനോഹരമായ ഒരു നാദം കേൾക്കാം. അങ്ങനെ നമ്മൾ ആ കാഴ്ചകൾ കണ്ടോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഘോഷയാത്ര നമ്മുടെ എതിർവശത്തൂടെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കുറച്ച് മുൻപ് കേട്ട ചെണ്ടമേള സൗണ്ട് എന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ ഘോഷയാത്രയാണ്. പുറകിലായി ഒരു ഗണേശനെ വഹിച്ചുകൊണ്ടുള്ള ഒരു ട്രാക്ക് വളരെ സ്പീഡ് കുറച്ച് വരുന്നുണ്ട്. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായത് നമ്മുടെ ഗണേശ എടുത്തുകൊണ്ട് വരുന്നതായ പ്രോഗ്രാമാണ്. രാത്രിയാണ്. രാത്രി ഇപ്പോൾ സമയം ഏറെ ഒരു 10-11 മണിയായിരിക്കുന്നു. ഇപ്പോൾ ഗണേശ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അതിൻ്റേതായ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. ഒരു ട്രാക്ടറിലാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ഈ ദൃശ്യം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കടന്നു പോകാം. വിവിധ രീതിയിലുള്ള കലാരൂപങ്ങൾ ഈ ഗണേശ നിമജ്ജന ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ അണിനിരന്നിട്ടുണ്ട്. കൂരിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ കൂരിട്ടാണെങ്കിലും ഇപ്പോൾ നല്ല വെളിച്ചമുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ ഈ ദൃശ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. ഇവരാണ് ഈ ഘോഷയാത്രയെ താളമേളങ്ങളോടുകൂടി വർണ്ണാഭമാക്കിയവർ. പരിചയപ്പെടാം. வாணியம்பாடி. எத்தனை பேர் வந்திருக்காங்க? 40 பேர். இப்போ இந்த ப்ரோக்ராம் எல்லாம் முடிஞ்சாச்சா? எல்லாம் நல்லா ஓகே ஓகே. பை. No boys. No boys. No boys. No boys. No boys. உங்க டீம் பேர் சொல்லுங்க. No boys. No boys. ஓகே. ഗണേശോത്സവം തുടങ്ങുന്നതിന് ഒരു 2 മാസം മുമ്പ് തന്നെ ഒറ്റയായിട്ടും കൂട്ടമായിട്ടും ഗണേശ വാങ്ങുന്നതിനും മറ്റ് ചിലവുകൾക്കുമായുള്ള കളക്ഷനുകൾ ആരംഭിക്കും. ഗണേശ വാങ്ങുന്നത് അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ്. ചെറിയ ടെൻറ്റുകളടിച്ചും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വലിയ രീതിയിലും ഗണേശ പ്രതിഷ്ഠ നടത്തുന്നു. കൊച്ചു കുട്ടികൾ മുതൽ
പ്രായമായവർ വരെ ഈ ആഘോഷം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. പല വിധത്തിലുള്ള വലിപ്പത്തിലും ഡിസൈനുകളിലും ഗണേശ വിപണിയിൽ ലഭ്യമാണ്. ഗണേശ പ്രതിഷ്ഠ വെച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ചെറുപ്പക്കാർ രാത്രി അന്തിയുറങ്ങുന്നതും ഈ പ്രതിഷ്ഠയുള്ള സ്ഥലത്താണ്. എല്ലാ ദിവസവും അന്നദാനങ്ങളും നടന്നു വരുന്നു. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. ഈ വീതികളിലൂടെയുള്ള യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. ഇവിടെ ഗണേശ നിമജ്ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പൂജകളും കർമ്മങ്ങളും ചെയ്തതിന് ശേഷമാണ് നിമജ്ജനം നടക്കുന്നത്. നിമജ്ജനം കഴിഞ്ഞ് തിരികെ പോകുന്നവരെയും നിമജ്ജനത്തിനായി ഗണേശ വഹിച്ചുകൊണ്ടുവരുന്ന വാഹനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. നിമജ്ജനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിലാണ് നിമജ്ജനം നടക്കുന്നത്. ഇത് ഗണേശ നിമജ്ജനം ചെയ്യുന്നതിനോട് തൊട്ടു ചേർന്നുള്ള ഒരു തടാകമാണ്. പണ്ടുകാലത്ത് ഈ തടാകത്തിലാണ് നിമജ്ജനം നടത്തിക്കൊണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ മറക്കല്ലേ.